മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ മരിച്ചാൽ മദീന മുത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചല്ലോ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നക ലഖൈറു അർളില്ലാ, നീയാണ് അല്ലാഹുവിന്റെ ഭൂമികയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം നീയാണ്. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹുവിങ്കലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഭൂമിക അത് കഅബയാണ്, അത് ഹറമിന്റെ പരിസരമാണ്, അത് മക്കയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, മാ അത്യബുക മിൻ ബലദിൻ, നിന്നേക്കാൾ സൗന്ദര്യമുള്ള, നിന്നേക്കാൾ ആകർഷണീയതയുള്ള, നിന്നേക്കാൾ സുഗന്ധമുള്ള ഒരു നാട് വേറെയില്ല. വഅഹബ്ബുക ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശമാണ് നീ. വലൗല അന്ന ഖൗമി ഉഖ്റജൂനി മിൻകി മാ സകൻതു ഗൈറകി, ഇവിടെയുള്ള ആളുകൾ ഈ ഭൂമികയിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു മറ്റൊരു പ്രദേശത്ത് പോയി താമസിക്കില്ലായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ സങ്കടത്തോടെ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു സംസാരം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും താല്പര്യമുള്ള ഭൂമികയാണ് മക്ക എന്നത്, അങ്ങനെയുള്ള പള്ളിയാണ് കഅബ എന്നത്. ആ ഭൂമികയെ വിശ്വാസികളും ഇഷ്ടപ്പെടണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമളാനാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസത്തെ കുറിച്ച് അത് ലൈലത്തുൽ ഖദറാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം എന്നത് അത് മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസുമായി കൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വർഷം, ഏറ്റവും ശ്രേഷ്ഠമായ മാസം, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശം, ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നേരെ തിരിച്ചാണ്. ശ്രേഷ്ഠതയില്ലാത്ത ദിവസങ്ങൾ, നഹസിന്റെ ദിവസങ്ങൾ, ചില കലണ്ടറുകളൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ അതിൽ കുറെ നഹസിന്റെ ദിവസങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ആളുകൾ അങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന ദിവസം വസ്ത്രം വാങ്ങുന്നത് ഭൂഷണമല്ല, ഇന്ന ദിവസം കല്യാണം നടത്തുന്നത് ശരിയല്ല, ഇന്ന ദിവസം വീട് കൂടുന്നത് നല്ലതല്ല. ഇതിനൊന്നും ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഒരു രേഖയുമില്ല. അടിസ്ഥാനപരമായി രേഖയുള്ളത് ശ്രേഷ്ഠമായ പ്രദേശമേത് എന്ന ചോദ്യത്തിന് അത് മക്കയാണ്, അത് മദീനയാണ്, അത് ബൈത്തുൽ മുഖദ്ദസാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. ശ്രേഷ്ഠമായ ഒരു ദിവസത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവിടെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായ മാസത്തെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് റമദാനിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പവിത്രമാക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് ദുൽഖഅദും ദുൽഹിജ്ജയും അതുപോലെ തന്നെ മുഹറമും റജബും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. അതുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു സ്ഥലം എന്ന നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകേണ്ട, ഒരുങ്ങി പുറപ്പെടേണ്ട പ്രദേശങ്ങളെ കുറിച്ച് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച 3 പ്രദേശങ്ങളാണ് മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസും. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങി മാറ്റി തയ്യാറെടുപ്പുകളോടുകൂടെ പോകേണ്ട 3 സ്ഥലങ്ങളെയുള്ളൂ. അതല്ലാത്ത മറ്റൊരു സ്ഥലവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. ലാ തുശദ്ദു ദിഹാൽ ഇല്ലാ ഇലാ തലാത്തത്തി മസാജിദിൻ, നിങ്ങൾ ഒരുങ്ങി മാറ്റി എല്ലാ തയ്യാറെടുപ്പുകളുമായി പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ നിങ്ങൾ യാത്ര പോകാൻ പാടുള്ളൂ. അതിലൊന്ന് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറമാൻ. രണ്ടാമത്തേത് വമസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദായ മദീനത്തുൻ നബവി, മസ്ജിദുൻ നബവിയാൻ, മദീനയിലെ മസ്ജിദുൻ നബവിയാൻ. മൂന്നാമത്തേത് ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയാൻ. ഈ 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ വിശ്വാസികൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നതാണ്. ലാ യസ്തഖീമു അൻ യുഖ്സദ ബിസിയാറതി ഇല്ലാ ഹാദിഹിൽ ബഖാഅ ലിഇഖ്തിസാസിഹാ ബിമഖ്തസത ബിഹി. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഒരിക്കലും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക്
അതിനൊരു പ്രാധാന്യം നൽകി, അതിനൊരു പ്രത്യേകത നൽകി. അവിടെ എത്തിപ്പെട്ടാൽ മറ്റുള്ള പള്ളികളെക്കാൾ ഒരു പ്രത്യേകതയുണ്ട്, ഒരു പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യൽ അനുവദനീയമല്ല. സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ നാടുകളിൽ പലപ്പോഴും മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പോകുന്നതിന്റെ മുൻപ്, അതല്ലെങ്കിൽ ആ ഉംറയുടെ യാത്രക്കിടയിൽ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ യാത്രക്കിടയിൽ മറ്റുള്ള കുറെ സിയാറത്ത് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. വളരെ പുണ്യത്തോടുകൂടി അവിടെയെല്ലാം പോകുന്നത് വളരെ ശ്രേഷ്ഠതയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് മതമല്ല, അത് ഇസ്ലാമികമല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് 3 പള്ളികളിലേക്ക് മാത്രമേ നിങ്ങൾ പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോകാൻ പാടുള്ളൂ എന്നതാണ്. ആ കഅബയിൽ എത്തിപ്പെട്ടാൽ, ആ മക്കയിൽ എത്തിപ്പെട്ടാൽ, ആ ഹറമിൽ എത്തിപ്പെട്ടാൽ, അവിടെ സിയാറത്ത് നടത്തുന്നതിനു വേണ്ടി ഒരു വിശ്വാസി ചെന്നെത്തിക്കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന, അവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ആരാധന. ഒരു വിശ്വാസിയുടെ തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹുവേ നിന്റെ വിളിക്കുക ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക ലകവൽ മുൽക് ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കാകുന്നു എല്ലാ ആധിപത്യവും, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്നതാണ് ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും ഇഹ്റാമിന് ശേഷം, ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു വിശ്വാസിയുടെ നാവിലൂടെ വരുന്നത്. അതെന്താണ്? അത് ഏകദൈവ വിശ്വാസത്തിന്റെ മന്ത്രങ്ങളാണ്. അള്ളാഹു ഏകനാണ് എന്ന തത്വമാണ് ഉംറയ്ക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടി പോകുന്ന ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരുന്നത്. അതുകൊണ്ടാണ് കഅബയിലെത്തിക്കഴിഞ്ഞാൽ, മക്കയിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോടല്ലാതെ വേറെ ഒരു സൃഷ്ടിയോടുമുള്ള പ്രാർത്ഥനയില്ല. അത് ഏതൊരു സന്ദർഭത്തിലും വിശ്വാസിക്കില്ല, അള്ളാഹുവിനോട് മാത്രം. അവിടെ പണം പിരിക്കാൻ പ്രത്യേകമായ കേന്ദ്രങ്ങളില്ല. അവിടെ ആശ്വസിപ്പിക്കാനും അനുഗ്രഹം ചെയ്യാനും ആശീർവാദം ചെയ്യാനും പ്രത്യേക വേഷഭാഷ ഭൂഷാദികൾ സ്വീകരിച്ച ആ ആളുകളെ ഹറമിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ എത്രയോ സഹാബിമാർ മരണപ്പെട്ടു പോയി, അവിടെ എത്രയോ സഹാബ വനിതകൾ മരണപ്പെട്ടു പോയി. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം, അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള സഹാബത്തിന്റെ ജനനവും മരണവും നടന്ന ഒരു കേന്ദ്രത്തിൽ നിരത്തി വെക്കപ്പെട്ട ജാറങ്ങളില്ല, പ്രാർത്ഥനാ കേന്ദ്രങ്ങളില്ല. ജാറങ്ങളുടെ മുന്നിൽ പോയി നെഞ്ചത്തടിച്ചുകൊണ്ടുള്ള സങ്കടപ്പെടലില്ല, മറിച്ചോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അതാണ് ആ മക്കയുടെ, ആ ഹറമിന്റെ പ്രത്യേകത എന്നത്. അതാണ് പ്രത്യേകത. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നംലിലൂടെ പറയുന്നത്, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. എന്നോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദ. ഈ രാജ്യത്തിന്റെ, ഈ കഅബയുടെ, ഈ മക്കയുടെ റബ്ബിനെ ആരാധിക്കാനാണ് എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലത്തി ഹറമഹാ, അതായത് ആ ഹറമിന്റെ പരിസരം മുഴുവൻ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. വലഹു കുല്ല ശൈഇൻ, ആ അള്ളാഹുവിനുള്ളതാണ്, അവന്റേതാണ് എല്ലാം. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, എന്നോട് മുസ്ലിമാകാൻ വേണ്ടിയാണ് എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ കഅബയിലേക്ക് പോകുന്നത്, മക്കയിലേക്ക് പോകുന്നത്, ഏകദൈവ വിശ്വാസം തൗഹീദ് എന്നത് കൂടുതൽ അരക്കെട്ടുറപ്പിക്കാനാണ്. അത് ശ്രേഷ്ഠമായ സ്ഥലമാണ്. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് പോകുന്നത് ശ്രേഷ്ഠതയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീ മാ സിവാഹു. എന്റെ പള്ളിയിൽ നമസ്കരിക്കുക എന്നത്, അതായത് മസ്ജിദുൻ നബവിയിലെ, മദീനയിലെ പള്ളിയിൽ ഒരാൾ നമസ്കരിക്കുക എന്നത് 1000 പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ്. ഫീമാ സിവാഹു, മറ്റുള്ള പള്ളികളിൽ നിന്ന്. നമ്മുടെ ഈ പള്ളിയിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലം മസ്ജിദുൻ നബവിയിൽ നിന്ന് നമസ്കരിച്ചാലുണ്ട്. ഇല്ലൽ മസ്ജിദുൽ ഹറാം, എന്നാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് നമസ്കരിച്ചാലോ, കഅബയിൽ നിന്ന് നമസ്കരിച്ചാലോ, മക്കയിൽ നമസ്കരിച്ചാലോ, ഹറമിന്റെ ഏകദേശം 117ഓളം കിലോമീറ്റർ
ചുറ്റളവ് ഹറമിന്റെ പരിസരമാണ്. ഹറമിന്റെ പരിസരമാണ്. ഹറമിൽ നിന്ന് ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ലഭിക്കുന്നത് അഫ്ളലു മിൻ മിഅത്തി അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. മസ്ജിദുൻ നബവിയിൽ നിന്ന് 1000 പ്രതിഫലമാണെങ്കിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് 1,00,000 പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അവിടെ വെച്ചുകൊണ്ട് 1 റക്അത്ത് 2 റക്അത്ത് ഒരു വിശ്വാസി നമസ്കരിച്ചു കഴിഞ്ഞാൽ 1,00,000 പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അതാണ് ആ പ്രദേശത്തിന്റെ ശ്രേഷ്ഠത. അതാണ് ആ പ്രദേശത്തിന്റെ ശ്രേഷ്ഠത. ആ പ്രദേശത്തിന്റെ ശ്രേഷ്ഠത മനസ്സിൽ കുടിയിരുത്തി കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് എത്തണം, അവിടെ പോയി ഒന്ന് നമസ്കരിക്കണം, എനിക്കൊരു ഉംറ ചെയ്യണം, എനിക്ക് തവാഫ് ചെയ്യണം, അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന ഒരു വികാരം വിശ്വാസികളുടെ മനസ്സിലുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ആ കഅബ എന്നത് അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ബക്ക, മക്കയുടെ ചില പേരുകളാണ്. ബക്ക, ഉമ്മുൽ ഖുറ, അൽ ബലദുൽ അമീൻ എന്നൊക്കെ മക്കൾക്ക് പേരുകളുണ്ട്. അതാണ് ബക്ക എന്ന് സൂചിപ്പിച്ചത്. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, അള്ളാഹുവിനെ ആരാധിക്കാൻ എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ അങ്ങനെ പ്രത്യേകം ഈ ആയത്തിൽ എടുത്തു പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. വേദം നൽകപ്പെട്ട ആളുകൾ, ആ ആളുകൾ പ്രവാചകനെതിരെ ആക്ഷേപിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവർ പ്രവാചകനെതിരെ ആക്ഷേപിച്ചത് മുഹമ്മദ് ജെറുസലമിൽ നിന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രം അത് കഅബയാക്കി, അത് മക്കയാക്കി എന്നത് പ്രവാചകനെതിരെയുള്ള ഒരു ആക്ഷേപമായിരുന്നു. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, അല്ല, ആദ്യമായി ഉണ്ടായത് ബൈത്തുൽ മുഖദ്ദസ് അല്ല, അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കാലത്തുണ്ടായതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നത്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൂടുതൽ ശ്രേഷ്ഠതയുള്ള, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഭവനം അത് ബൈത്തുൽ മുഖദ്ദസ് അല്ല. ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ നിർമ്മിക്കപ്പെട്ട ഭവനം അത് മക്കയിൽ കഅബയാണ് എന്ന് അതിന് മറുപടി എന്നോണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായി കൊണ്ട് ഖുർആൻ പറയുന്നത് ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം. ആ മക്ക അത് ശ്രേഷ്ഠതയുള്ളതാണ്, അത് പവിത്രമാണ്. അവിടെ പോയി നമസ്കരിക്കുന്നത് ഏറെ പുണ്യമുള്ളതാണ്. അവിടേക്ക് യാത്ര പുറപ്പെടുന്നത് ഏറെ മഹനീയമാണ് എന്ന് മാത്രമല്ല, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, ആ മക്ക എന്ന് പറയുന്ന സ്ഥലം അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. എങ്ങനെയായിരുന്നു മക്ക? മക്ക എന്ന് പറയുന്ന പ്രദേശം എന്തായിരുന്നു? ഒരു ചെടിയും മുളക്കാത്ത, ഒരു മൃഗവും സഞ്ചരിക്കാത്ത, ഒരു പറവയും പറക്കാത്ത, ഒരു മനുഷ്യനും ഇല്ലാത്ത ജലശൂന്യമായ, ഫലശൂന്യമായ ഒരു പ്രദേശമായിരുന്നു മക്ക. ആ മക്കയെ അള്ളാഹു എന്താക്കി മാറ്റി? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയായ ഹാജറിനെയും കൊണ്ട്, പിഞ്ചു കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും കൊണ്ട് ആ മക്കയിൽ എത്തിച്ചേരുന്ന സന്ദർഭം അവിടെ ആരുമില്ല, ജലശൂന്യമാണ്, ഫലശൂന്യമാണ്, ഒന്നുമില്ലാത്ത പ്രദേശത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും ഹാജറിനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ താമസിപ്പിക്കുകയാണ്. കുറച്ച് കാരക്ക അവരുടെ കയ്യിൽ കൊടുത്തു, കുറച്ച് വെള്ളം അവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇബ്രാഹിം നബി തിരിഞ്ഞു നടക്കുകയാണ്. ഹാജറ ബീവി ചോദിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കിയില്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. തിരിഞ്ഞു നോക്കാതെ കുറച്ച് മുന്നോട്ട് കൂടി നടന്നപ്പോ ഹാജറിന് മനസ്സിലായി, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകും. അപ്പോഴാണ് ചോദിച്ചത്, അല്ലാഹു അമറക യാ ഇബ്രാഹിം, ഇബ്രാഹിം അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണോ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് താങ്കൾ പോകുന്നത്? ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും അവിടെ ഉപേക്ഷിക്കുകയാണ്. പിന്നീട് ഒരു പ്രാർത്ഥനയാണ്, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ
ഇൻദ ബൈതിക്കൽ മുഹറം. അല്ലാഹുവേ, ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ ഭാര്യയെ, എന്റെ മകനെ അല്ലാഹുവേ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ബിവാദിൻ ഗൈരി ദി സറഇ, ഒരു കൃഷി പോലും ഇല്ലാത്ത, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ ഉപേക്ഷിക്കുകയാണ്. റബ്ബന ലിയുഖീമുസ്സലാ, അല്ലാഹുവേ നിന്റെ കൽപ്പന പ്രകാരം എന്റെ ഭാര്യയെ, എന്റെ മകനെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ഇവിടെ കുറെ കാലം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ മനുഷ്യരെ എത്തിച്ച് ഇവിടെ ഫലഭൂയിഷ്ടമായ അവസ്ഥയെ ഉണ്ടാക്കി ഇവർക്കൊരു അനുഗ്രഹം, ഇവരിലേക്കൊരു ചായ്വ്, ഇവരിലേക്കൊരു കരുണ, ഇവരിലേക്കൊരു സ്നേഹം ഇവിടെ വരുന്നവരിൽ നീ ഉണ്ടാക്കണം റബ്ബേ. വർസുഖുഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ ഫലശൂന്യമായ ഈ പ്രദേശത്തെ ഫലമുള്ള, പഴങ്ങളുള്ള, സൗകര്യങ്ങളുള്ള അനുഗ്രഹീതമായ ഒരു സ്ഥലമാക്കണം റബ്ബേ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദി കാണിച്ചേക്കാം എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. കുഞ്ഞിന് വിശന്നു, കുഞ്ഞിന് ദാഹിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി വരണ്ടൊട്ടിയ വയറ് കണ്ട്, ആ കുഞ്ഞിന്റെ കരച്ചില് കണ്ട്, വിശക്കുന്ന ദാഹിക്കുന്ന കുഞ്ഞിനെ കണ്ട് വല്ല മനുഷ്യനോ വല്ല വെള്ളമോ വല്ല ഭക്ഷണമോ ആരെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ചാണ് ഹാജർ ഓടുന്നത്. ആരെങ്കിലും ഉണ്ടാകാം, വെള്ളം അന്വേഷിച്ച് മാത്രമല്ല, മനുഷ്യരുണ്ടോ, വെള്ളമുണ്ടോ, സൗകര്യമുണ്ടോ, അങ്ങനെയാണ് സൊഫയിലേക്ക് ഓടുന്നത്. സൊഫ എന്ന കുന്ന്, അവിടേക്ക് ഓടുന്നു. തിരിച്ചു കുഞ്ഞിന്റെ അടുത്ത് വരുന്നു, കുഞ്ഞ് കരയുന്നു. മർവയിലേക്ക് ഓടുന്നു. തിരിച്ചു കുഞ്ഞിന്റെ അടുത്ത് വരുന്നു, സൊഫയിലേക്ക് ഓടുന്നു. 7ഓളം പ്രാവശ്യം 2 മലകളും ഇന്ന് ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ കാണുന്ന ചെറിയ ആ കയറ്റമല്ല, മറിച്ചോ വലിയ 2 കുന്നുകൾ. വെള്ളം അന്വേഷിച്ച്, മനുഷ്യനെ അന്വേഷിച്ച്, സഹായം അന്വേഷിച്ചുകൊണ്ട് ഹാജർ ഓടുകയാണ്. തിരിച്ചെത്തിയപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ആ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കാലിന്റെ മടമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചിറകുകൊണ്ടോ, 2 റിപ്പോർട്ടുകളാണ്. അവിടെ ഒന്നിങ്ങനെ ഇളക്കി. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്ന ജിബ്രീല ലമ്മാ റഖല സംസം ബിഅഖബിഹി ജഅലത് ഉമ്മു ഇസ്മാഈൽ തജ്മഉൽ ബത്ഹാ. ആ സമയത്താണ് അവിടുന്ന് സംസം വെള്ളം ഇങ്ങനെ പൊളിയുന്നത്. സംസം വെള്ളം ഇങ്ങനെ പതുക്കെ പൊടിഞ്ഞിങ്ങനെ വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതറിയോ, റഹിമല്ലാഹു ഹാജർ, അല്ലാഹു ഹാജറിനെ അനുഗ്രഹിക്കട്ടെ. ലൗ തറക്തഹാ കാനത് ഐനൻ മഈന, അതിങ്ങനെ പൊടിഞ്ഞു വന്നപ്പോ ഒന്നിങ്ങനെ കെട്ടി നിർത്തി ആ വെള്ളം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അത് കെട്ടി നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അത് വലിയ ഒരു നദിയാകുമായിരുന്നു, അത് ഒഴുകിപ്പോകുന്ന ഒന്നായിരുന്നു. അതാണ് സംസം എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അതാണ്, ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ, വലിയ ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് എന്ന്. അവർ 2 പേര് മാത്രമേ ഉള്ളൂ, വെള്ളമായി, കുഞ്ഞായി, ഹാജറായി. ആ സമയത്താണ് ജറഹും ഗോത്രക്കാരായ ആളുകൾ യമനിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോകുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവരിങ്ങനെ നോക്കിയപ്പോ കുറെ ദൂരത്ത് പറവകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അവർ പറഞ്ഞു, നമുക്കുള്ള വെള്ളം അവിടെ ഉണ്ടാകാം. അങ്ങനെ അവർ പോയി നോക്കി, അവിടെ വെള്ളമുണ്ട്. ഹാജറിനോട് സമ്മതം ചോദിച്ചു, ഞങ്ങൾ ഈ വെള്ളം എടുക്കട്ടെ എന്ന്. ജറഹും ഗോത്രക്കാർ അവരുടെ മൃഗങ്ങളെ കൊണ്ടുവന്നു, അവരുടെ മക്കളെ കൊണ്ടുവന്നു, അവരുടെ കുടുംബത്തെ കൊണ്ടുവന്നു. പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്നത് ആ ഗോത്രത്തിൽ നിന്നാണ്. അവിടെ ഫലഭൂയിഷ്ടമായ പ്രദേശമായി, അവിടെ ജനങ്ങളായി, സമൃദ്ധമായി. ആ സമൃദ്ധമായ സ്ഥലത്ത് പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോകുകയാണ്. പല പ്രാവശ്യം വീട്ടിലേക്ക് വന്നു. മകൻ ഇസ്മായിൽ വലുതായിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നപ്പോ ഭാര്യയോട് ചോദിച്ചു, എന്താണ് വീട്ടിലെ വിശേഷങ്ങൾ? മകൻ അവിടെ അല്ല. ഭാര്യ കുറെ പരാതികൾ പറഞ്ഞു. ഇവിടെ ഫുള്ള് പ്രശ്നമാണ്, വീട്ടിലൊരു സുഖമല്ല, ഒരു സൗകര്യമല്ല. എന്നാല് ഭർത്താവ് വരുമ്പോ പറയണം. ഭാര്യക്ക് അറിയില്ല ഇതെന്റെ ഭർത്താവിന്റെ പിതാവാണെന്ന് അറിയൂല. കുറെ കാലം കഴിഞ്ഞിട്ടാ ചെല്ലണ്. പറയണം, ഉമ്മറപ്പടി ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറയണം ഭർത്താവ് വരുമ്പോ. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരാൾ വന്നിരുന്നു, നിങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ചു, അടയാളങ്ങളും കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇസ്മായിൽ നബിക്ക് മനസ്സിലായി ബാപ്പയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് വന്നിട്ടുള്ളത്. എന്തേ പറഞ്ഞത്? ഉമ്മറപ്പടി മാറ്റി വെക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു. ആ ഭാര്യയെ പിന്നീട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒഴിവാക്കുകയാണ്. എന്റെ അസാന്നിധ്യത്തിൽ എന്നെ കുറിച്ച് കുറ്റം പറയുന്ന, വീടിനെ കുറിച്ച് ഇല്ലായ്മ പറയുന്ന ഒരു ഭാര്യ ഒഴിവാക്കുകയാണ്. വേറെ വിവാഹം കഴിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു, വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാ
വളരെ സുഖമാണ്, സ്വസ്ഥതയാണ്, സമാധാനമാണ്. എങ്കിലും പറയണം, ഉമ്മറപ്പടി ഉറപ്പിച്ചു വെക്കാൻ വേണ്ടി പറയണമെന്ന്. അത് ഭാര്യ വന്നു, കാര്യങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു എന്ന് മകന് മനസ്സിലാകുന്നു. ആ ഭാര്യയോട് പറഞ്ഞു, നിന്നെ എന്റെ ഉപ്പക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിന്നെ നിലനിർത്തണമെന്നാണ് ബാപ്പ പറഞ്ഞത്. വീണ്ടും കുറെ കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വരികയാണ്. അപ്പൊ മകൻ കുറെ വലുതായിട്ടുണ്ട്. അവിടുന്ന് ആ മകനോട് പറഞ്ഞത്, മോനെ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ഇവിടെ കഅബ നിർമ്മിക്കണം. പഴയ കാലം മുതലേ, ആദം നബിയുടെ കാലം മുതലേ അതിന്റെ കഅബയും അതിന്റെ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായങ്ങളുമുണ്ട്, അല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും ആ കഅബ പടുത്തുയർത്തുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പടുത്തുയർത്തിയതിനു ശേഷം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ. ആ മക്ക എന്ന് പറയുന്നത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള ഒരു സ്ഥലമാണ്. ആ മക്ക ആലോചിച്ചു നോക്കൂ, പ്രവാചകന്റെ ജനനം ആമുൽ ഫീൽ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. 570 571 മീലാദിയ അന്നാണ് ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനയുടെ വർഷം എന്നാണ്. ആനക്കലഹ സംഭവം നടക്കുന്ന ആ വർഷത്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകനും ജനിച്ചത്. അബ്രഹത്ത് രാജാവ് യമനിൽ നിന്ന് കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഖുർആൻ സൂറത്തുൽ ഫീലിലൂടെ പറയുന്നു. ആ അബ്രഹത്തിനെയും കൂട്ടരെയും ആ ആനക്കാരെ എന്ത് ഞാൻ ചെയ്തു എന്ന് നീ കണ്ടില്ല പ്രവാചകരെ. അതാണ് ശേഷം പറയുന്നത് ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അതാണ് ആ ആയത്തിന്റെ അവസാനം. അവരെ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പുകളെ പോലെയാക്കി. അത് അവിടെ നടന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ എത്രയോ ദൃഷ്ടാന്തങ്ങളുള്ള ഒരു സ്ഥലം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ കൂടെയുള്ള ദൃഷ്ടാന്തമായി പറഞ്ഞത് ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം. അവിടെ മഖാമു ഇബ്രാഹിം. മഖാം എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം എന്നാണ്. നിന്ന സ്ഥലം. അതാണ് ഉംറ ചെയ്യാൻ വേണ്ടി പോകുമ്പോ, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഇങ്ങനെ മറക്കപ്പെട്ട ഒരു സ്വർണ്ണ കവറിങ്ങിൽ ഇങ്ങനെ മറക്കപ്പെട്ട ഒരു സ്ഥലം ഉണ്ടല്ലോ. ചില ആളുകൾ പോയി അവിടെ പോയി ദുആ ഒക്കെ ചെയ്യും. മഖാമാണല്ലോ. അവിടെ നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് അവിടെ നാട്ടിവിടും. അവിടെ അള്ളാഹുവിനോട് ദുആയും പ്രാർത്ഥനയുള്ളൂ. അതേതാണ് ആ സ്ഥലം? അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ അങ്ങനെ പടുത്തുയർത്തിയപ്പോ കുറച്ച് ഉയരായപ്പോ ആ കല്ലിന്റെ മുകളിൽ നിന്ന് ആ കട്ട കയറ്റി വെക്കാൻ വേണ്ടി പാപ്പാക്ക് കൊണ്ടുവന്നിട്ട് കൊടുത്ത കല്ലാണ്. അതിൽ ഇബ്രാഹിം നബിയുടെ കാൽപാദമുണ്ട് 4000 വർഷങ്ങൾക്ക് മുൻപ്. അതാണ് അവിടെ ദൃഷ്ടാന്തമുണ്ട്. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. കഅബ പടുത്തുയർത്തി. ഇബ്രാഹിം നബിക്ക് ആശങ്ക, എങ്ങനെയാണ് ആളുകൾ ഇങ്ങോട്ട് വരേണ്ടതുണ്ടല്ലോ. അതാണ് അലൈക്കൽ ബലാ വഅലൈഹിൻ നിദാ. ഇബ്രാഹിം, താങ്കൾ ആളുകളെ അറിയിച്ചാൽ മതി, ഇങ്ങോട്ട് വരുന്ന കാര്യം അത് നാം ഏറ്റു എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ വിളിയാണ് ഹജ്ജിനായി, ഉംറക്കായി ആളുകൾ പോകുന്നത്. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിയോട് പറഞ്ഞതാ, നീ ആളുകൾക്ക് ഹജ്ജിന് വിളംബരം ചെയ്യുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ. മലമ്പാതകൾ താണ്ടിയിട്ടാണെങ്കിലും ആളുകൾ ഹജ്ജിന് വരും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്താണെങ്കിലും, അതാണ് ചെറിയ ഒരു ഒട്ടകമാണെങ്കിലും ഇവിടെ കാടുകൾ എത്തിയിരിക്കുമെന്നത്. അതാണ് അതിന്റെ ആയാത്തുൻ ബയ്യിനാത്ത്. എല്ലാ കാലവും ആ ഹറമിൽ, ആ മക്കയിൽ, കഅബയിൽ വിശ്വാസികളാൽ നിറഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു കേന്ദ്രമായി മക്കയെന്ന് പറയുന്ന, കഅബ എന്ന് പറയുന്ന ആ പ്രദേശം മാറുന്നു എന്നത് നമുക്ക് വലിയ ഗുണപാഠമാണ്. ഈ ദുൽഖഅദിന്റെ ഹജ്ജിന് വേണ്ടി ആളുകൾ ഒരുങ്ങുന്ന ഈ മാസത്തിൽ നാം ഈ കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.